നമസ്കാരം പ്രേക്ഷകർ. ഇപ്പോൾ ടോളിവുഡിൽ നിന്ന്, അതായത് തെലുങ്ക് സിനിമാ ലോകത്ത് നിന്നും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത സംവിധായകൻ രാജമൗലിക്കെതിരെയാണ്. അദ്ദേഹത്തിന്റെ ദീർഘനാളത്തെ സുഹൃത്തായ ശ്രീനിവാസ റാവു തുറന്നടിച്ചിരിക്കുകയാണ് സംവിധായകൻ രാജമൗലിക്കെതിരെ. ഒരു തരത്തിലും വിവാദത്തിൽ നാൾക്കിതുവരെ സംവിധായകൻ രാജമൗലി ഉണ്ടായിട്ടില്ല. രാജമൗലിക്കെതിരെ വരുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണത്തിൽ മാത്രമല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആത്മഹത്യയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ശ്രീനിവാസ റാവു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യമദോങ്ക എന്ന് പറയുന്ന രാജമൗലിയുടെ 2007 ജൂനിയർ NTR പ്രധാന വേഷത്തിലെത്തിയ യമദോങ്ക എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടിയായിരുന്നു ശ്രീനിവാസ റാവു. ശ്രീനിവാസ റാവു ആണ് ഇപ്പോൾ ഒരു വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു സെൽഫി വീഡിയോയാണ്. തനിക്ക് നൽകിയിരിക്കുന്ന ഇത്രയും വലിയൊരു പ്രഷർ സഹിക്കാൻ പറ്റുന്നില്ല, ആത്മഹത്യയല്ലാതെ തൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല, അതിനെല്ലാം കാരണം ഡയറക്ടർ SS രാജമൗലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനിവാസ റാവു ഈ സെൽഫി വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വലിയ കത്തും ശ്രീനിവാസ റാവു പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് രാജമൗലിക്കും രാജമൗലിയുടെ അടുത്ത സുഹൃത്തുക്കൾക്കുമായി ശ്രീനിവാസ റാവു നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ വാർത്തയിൽ ഞാനിപ്പോൾ പറയുമ്പോൾ പോലും കുറച്ച് അവ്യക്തതകൾ കൂടി ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. കാരണം ശ്രീനിവാസ റാവു നിലവിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുകയാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നിലവിലത്തെ ഘട്ടത്തിൽ ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ്. കാരണം ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രീനിവാസ റാവു ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ചിലർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്, ശ്രീനിവാസ റാവുവിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതുമാണ്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണം വരികയാണ്. ശ്രീനിവാസ റാവു എന്ന് പറയുന്ന ദീർഘനാളത്തെ സുഹൃത്ത് തൻ്റെ ജീവിതത്തിൽ രാജമൗലി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചും വലിയ രീതിയിൽ ഈ കത്തിൽ പറയുന്നുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് വേണ്ടി രാജമൗലി തന്നെ എന്തൊക്കെ രീതിയിൽ ഉപദ്രവിക്കാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 3 പേരടങ്ങുന്ന ഒരു വലിയ പ്രശ്നമായിട്ടാണ് ശ്രീനിവാസ റാവു ഇത് പറയുന്നത്. ഒരു വലിയ വീഡിയോയിൽ, ഒരു 4 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയും ശ്രീനിവാസ റാവു പറയുന്നുണ്ട്. തെലുങ്കിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പോലും. പക്ഷേ ഈ വീഡിയോയിൽ നിന്നും ഈ കത്തിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാകുന്നത് വളരെയധികം പ്രഷറിൽ ശ്രീനിവാസ റാവുവിനെ കൊണ്ടെത്തിച്ചത് രാജമൗലിയാണ്. പലപ്പോഴായി തന്നെ വേട്ടയാടുകയാണ് രാജമൗലി എന്നുള്ളതാണ് ശ്രീനിവാസ റാവു പറയുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ ദീർഘനാളത്തെ സുഹൃത്തായ രാജമൗലിക്ക് തൻ്റെ മേലൊരു വിശ്വാസം പോലും ഇല്ലാത്തൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് ശ്രീനിവാസ റാവു ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു വലിയ കത്തും കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രാജമൗലിയുടെ അടുത്ത വൃത്തങ്ങളോ ഒന്നും തന്നെ ഒരു തരത്തിലുമുള്ള അഭിപ്രായവും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇത് കത്തിപ്പടരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രാജമൗലി നടത്തുന്ന ഈ പ്രശ്നങ്ങൾ രാജമൗലിയുടെ മറ്റ് സഹപ്രവർത്തകർക്കുമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ പോലും രാജമൗലിയെ പോലൊരു ബ്രഹ്മാണ്ഡ സംവിധായകൻ അത്രമേൽ പ്രഷർ തൻ്റെ കൂടെ ഉള്ളവർക്ക് മേൽ ചെലുത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി രാജമൗലിയെ ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകളും എത്തുന്നുണ്ട്. അപ്പോൾ രാജമൗലിക്കെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ്. അതോടൊപ്പം തന്നെ രാജമൗലിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഈ കഥയിൽ വലിയൊരു അവ്യക്തത നിലനിൽക്കുകയാണെങ്കിൽ പോലും വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഈ ഒരു വാർത്തയെക്കുറിച്ച് നമുക്ക് സംസാരിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഈ സെൽഫി വീഡിയോയും പുറത്തു വന്ന സ്ഥിതിക്കും ശ്രീനിവാസ റാവുവിൻ്റെ കത്തും പുറത്തു വന്ന സ്ഥിതിക്ക് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു FIR ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ടോ, കേസുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ശ്രീനിവാസ റാവു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു വലിയ കഥയുടെ സസ്പെൻസ് പോലെ നിൽക്കുകയാണ് നിലവിൽ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളൊരു വലിയ പ്രസക്തമായ ചോദ്യവും കൂടി ഇപ്പോൾ അരങ്ങേറുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെലുങ്ക് സിനിമാ ലോകത്തെ തന്നെ തലവര മാറ്റിയ രാജമൗലിക്കെതിരെ ഇപ്പോൾ ഈച്ച പോലൊരു സിനിമ ആയിക്കോട്ടെ, മഗധീര ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീനിവാസ റാവു തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ജൂനിയർ NTR നായകനായി എത്തിയ സിനിമ ആയിക്കോട്ടെ, ഈ സിനിമകളൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ പോലും ഇതിലെല്ലാം തെലുങ്ക് സിനിമാ ലോകത്തിനെ തന്നെ ഒരു പ്രധാനപ്പെട്ട കരങ്ങളിലേക്ക് എത്തിച്ച വ്യക്തിയും കൂടിയാണ് രാജമൗലി നിലവിൽ പോലും. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഒരു തരത്തിലും ഒരു കേസ് ചാർജ് ചെയ്യപ്പെടാൻ രാജമൗലിക്കെതിരെ അല്ലെങ്കിൽ ഒരു വിവാദത്തിൽ പോലും രാജമൗലി ചെന്ന് പെട്ടിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിൽ ശ്രീനിവാസ റാവു പ്രത്യേകമായി പറയുന്ന ഒരു കാര്യം ആ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ സ്ത്രീ ആദ്യം ഈ വ്യക്തിയെ പ്രേമിക്കുന്നു, അതിനുശേഷം അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു, പിന്നാലെ രാജമൗലി ഇയാൾക്ക് പിന്നാലെ വേട്ടയാടുന്നു. അങ്ങനെ ഒരു ട്രയാങ്കുലർ
ലവ് സ്റ്റോറി പോലെ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഫ്രണ്ട്ഷിപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു 3 പേർ ചേർന്നുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുരുതരമായ ഒരു ആരോപണം, അതിനുണ്ടായ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, അതിന് പിന്നാലെ ഉണ്ടാകുന്ന പ്രഷറുകൾ, ഇതെല്ലാം സഹിക്കാൻ വയ്യാതെയാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ മുൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറയുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായി ഇപ്പോഴും ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ, ഇയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് നിലവിൽ ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം. ഇയാളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പല ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇയാളുടെ മൊബൈലിൽ നിന്ന് ഇയാളെ കിട്ടുന്നില്ല, ഇയാളുടെ താമസ സ്ഥലത്തും ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഇയാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയ ചർച്ചയായിട്ട് തെലുങ്ക് സിനിമാ ലോകത്ത് എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്രയും വലിയൊരു സംഭവം ലൈം ലൈറ്റിൽ കത്തി നിൽക്കുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ സ്റ്റേറ്റ്മെന്റ് നടത്താൻ പോലും സംവിധായകൻ രാജമൗലിയുടെ അടുത്ത വൃത്തങ്ങളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ മഹേഷ് ബാബുവായിട്ടുള്ള ഒരു ചിത്രത്തിൽ അസോസിയേറ്റ് ചെയ്യുകയാണ് രാജമൗലി. അതിൻ്റെ തിരക്കുകളാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇത്രയും സെൻസേഷണൽ ആയിട്ടൊരു സംഭവം നിലനിൽക്കുമ്പോൾ ഒരാളുടെ ആത്മഹത്യയെ പോലും വക്കിൽ വരെ എത്തിക്കൊണ്ട് നിൽക്കുക, അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതിരിക്കുക, ആ ഒരു ഘട്ടത്തിലേക്ക് രാജമൗലിയെ പോലൊരു വ്യക്തിയുടെ പേര് അയാളുടെ അവസാനത്തെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നു, അയാളുടെ അവസാനത്തെ കത്തിൽ അയാൾ തുറന്നെഴുതുന്നു. അതിൽ രാജമൗലിയെ പോലൊരു സംവിധായകൻ അയാൾക്ക് നൽകിയിരിക്കുന്ന അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് അക്കമിട്ട് എണ്ണി അയാൾ ഓരോന്നും പറയുമ്പോൾ പോലും ഒരു തരത്തിലുമുള്ള സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഈ സംവിധായകൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് സംശയങ്ങൾക്കും ദുരൂഹതകളും ഏറിക്കൊണ്ടിരിക്കുകയാണ്. രാജമൗലിക്കെതിരെ കേസ് ഫയൽ ചെയ്യാനോ തെലങ്കാന പോലീസിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. വരും മണിക്കൂറുകളിലേക്ക് ആ കാര്യങ്ങൾ നീളുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്.